Hi, welcome to Tattva Students Corner. നമ്മളിന്ന് ക്ലാസ് 10ന്റെ അഞ്ചാമത്തെ പാർട്ട്, അതായത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ്റെ അഞ്ചാമത്തെ പാർട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻലി നോക്കിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് റിഫ്ലക്ഷനാണ് അല്ലേ. അതിൻ്റെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷനൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൈറ്റ് റിഫ്ലക്ഷനകത്തെ മിറർ ഇക്വേഷനും അതിൻ്റെ ഫോക്കൽ ലെങ്തിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. പിന്നീട് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ പറ്റിയിട്ട് പറയും. ഓക്കെ, അപ്പം നമുക്ക് അതിനകത്ത് തുടങ്ങാം. അപ്പം ഇങ്ങോട്ട് നോക്കാം. ഇത് നമ്മുടെ ഒരു കോൺകേവ് മിററാണ്. നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ പറയുന്നത്. ഇതൊരു കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്, അതായത് ബിയോണ്ട് സിയിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. ബിയോണ്ട് സിയിൽ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. പാരലലായിട്ട് വന്നിട്ട് ഫോക്കസിൽ കൂടെ പോകും അല്ലേ. പിന്നീട് ഫോക്കസിൽ കൂടെ വന്നിട്ട് റേസ് പാരലലായിട്ട് പോകും. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? സിക്കും എഫിനും ഇടയ്ക്കായിട്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞത്, അതായത് ഫോക്കൽ ലെങ്ത്. എന്തായിരുന്നു ഫോക്കൽ ലെങ്ത് എന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഫോക്കൽ ലെങ്ത്? അതായത് പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ എക്സ്പെരിമെൻറ്റിൽ കൂടെ ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷേ എളുപ്പമാർഗ്ഗത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പടം വരച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പം നോക്കിയാൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം ഇമേജ് ഫോം ചെയ്യുന്ന സിക്കും എഫിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയ്ക്കാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇവിടം തൊട്ട്, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യു. ഡിനോട്ട് ചെയ്യുന്ന പേര് ഡിനോട്ട് ചെയ്യുന്നത് യു എന്നാണ്. എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ, റിഫ്ലക്റ്റിംഗ് സർഫസ് തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ആ ദൂരത്തിനെ നമ്മൾ യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ. ഇനി ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന ഇവിടെ ആണല്ലോ, സി കെ എഫിന് ഇടയ്ക്കാണല്ലോ. അപ്പം പോള് തൊട്ടിട്ട്, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്റർ തൊട്ട് ഇവിടെ വരെ ഇമേജ് ഇരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇതാണ് ഇത് ഒബ്ജക്റ്റ് ദൂരം, അതായത് ഒബ്ജക്റ്റ് തൊട്ടിട്ട് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് വരെയുള്ള ദൂരത്തിനെ നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്യും. ആ പോള് തൊട്ടിട്ട് ഇമേജ് വരെ ഇരിക്കുന്ന ആ ഒരു ദൂരത്തിനെ നമ്മൾ വി എന്നും വിളിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഒരു എളുപ്പമാർഗ്ഗത്തിനാണ്, നോക്കിക്കോണം. അപ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒരു കോളം അങ്ങനെ നമ്മൾ എഴുതുന്നു ആണല്ലോ. ഇതൊരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇത് ഇമേജ് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചോ. ഇത് ഇമേജ് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ യു എന്ന് വിളിച്ചു, ഇമേജ് ഡിസ്റ്റൻസിനെ വി എന്ന് വിളിച്ചു. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതാൻ പോകുന്നു. യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യുകയാണെന്ന് വെച്ചു. പിടി കിട്ടിയല്ലോ. അപ്പോൾ എന്താ പറഞ്ഞത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ യു എന്ന് വിളിച്ചു, ഇമേജ് ഡിസ്റ്റൻസിനെ നമ്മൾ വി എന്ന് വിളിച്ചു. ഇത് മൂന്നാമത്തെ കോളത്തിൽ യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്ത് വെച്ച് അളക്കുകയാണെന്ന് വെച്ചോ. അളന്ന് കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരു സെൻറ്റർ തൊട്ട്, അതായത് മിറർ തൊട്ട് ഒബ്ജക്റ്റ് ഇരിക്കുന്ന വരെ ദൂരത്തിന് നമ്മൾ 25 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചു. അപ്പോൾ 25 സെൻറ്റിമീറ്ററിൽ ഒബ്ജക്റ്റ് വെച്ചു. ആ സമയത്ത് ഇമേജ് ഫോം ചെയ്തത് ഒരു 20 സെൻറ്റിമീറ്ററിലാണ് ഇമേജ് ഫോം ചെയ്തതെന്ന് വെച്ചു. രണ്ടാമത് ഞാൻ ഒബ്ജക്റ്റിനെ കുറച്ചുകൂടെ അടുത്തോട്ട് നീക്കി വയ്ക്കുന്നു, അതായത് ഒരു 20 സെൻറ്റിമീറ്ററിലോട്ട് നീക്കി വയ്ക്കുകയാണെന്ന് വെച്ചു. ആ സമയത്ത് ഇമേജ് കിട്ടിയത് ഒരു 17 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചു. അങ്ങനെ ഓരോ സമയത്തും ഒബ്ജക്റ്റ് നീക്കി വയ്ക്കുന്നതനുസരിച്ച് ഇമേജ് എത്ര ദൂരത്തിലാണെന്നാണെന്ന് നമ്മളിവിടെ എഴുതുന്നത്. മൂന്നാമത്തെ വട്ടം 18 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ ഇത് ഏകദേശം 15 സെൻറ്റിമീറ്ററിലാണ് ഇമേജ് കിട്ടിയത്. ഇങ്ങനെ കുറേ വാല്യൂസ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോ. ഇനി ലാസ്റ്റ് നമുക്കിത് സോൾവ് ചെയ്യണം. എന്താ, ഇവിടെ നമുക്ക് യു അറിയാം, വി അറിയാം. അപ്പോൾ യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എങ്ങനെ കിട്ടും? അതായത് യു വി എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 20 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഈ രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? 20 ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 70. അവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി 80 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 80 പ്ലസ് 50. അപ്പം നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടി. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കുന്നു. എങ്ങനെ ആവറേജ് എടുക്കുന്നത്? നമുക്കറിയാം യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വിയുടെ ആവറേജ് എങ്ങനെയാണ് കാണുന്നത്? ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ എല്ലാം കൂടെ ഒരു വാല്യൂ കാണുമല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണമുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ നമ്മൾ ആവറേജ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ ആവറേജിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഇത്രയും കൂടെ നമ്മൾ
കൂട്ടി. ഇപ്പം 3 വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചോ. ഈ 3 കിട്ടിയ വാല്യൂ എല്ലാം കൂടെ നമ്മൾ കൂട്ടിയിട്ട് 3 എണ്ണം അല്ലേ, അപ്പോൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. എല്ലാവർക്കും ആവറേജ് കാണാൻ അറിഞ്ഞൂടെ? അപ്പം ഈ ആവറേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഈ കേസിലെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ആവറേജ് ആയിരിക്കും. പിടികിട്ടിയല്ലോ. അപ്പം ഫോക്കൽ ലെങ്തിന് ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്ന് പറയുന്നതാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. യുവും വിയും ഒക്കെ എന്താണെന്ന് അറിയാലോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/f = 1/v + 1/u എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/u + 1/v എന്ന് എഴുതാം. അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/f = 1/v + 1/u. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, അപ്പം നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ പറഞ്ഞു. ഇനി ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് മിററിൻ്റെ കേസിൽ സൈൻസ് പ്രശ്നമാണ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ആണോ എന്ന് നമുക്കറിയണം. അതായത് ഇമേജും ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോ ഉണ്ട്. എന്താണ്? ഇതിനൊരു ലോ ഉണ്ട്. ആ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എന്താണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയും. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് ഒരു കോൺകേവ് മിറർ ആണല്ലോ. ഇതൊരു കോൺകേവ് മിറർ ആണ്. നമുക്കറിയാം ഒബ്ജക്റ്റ് ഒക്കെ പ്ലേസ് ചെയ്ത് നമ്മൾ വരയ്ക്കത്തില്ലേ. അപ്പം ഇത് കുറച്ച് ലോസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഇതാണല്ലോ നമ്മുടെ പോള്. ഇതാണ് നമ്മുടെ പോള്, ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ്, അറിയാലോ. അപ്പം പോളിന് അത് മിറർ ഇവിടെ വെച്ചിരിക്കുകയാണ്. മിററിന് ലെഫ്റ്റ് സൈഡ് ഇതാണല്ലോ ലെഫ്റ്റ് സൈഡ്. ഇത് ലെഫ്റ്റ് സൈഡാണ് മിററിൻ്റെ, ഇത് റൈറ്റ് സൈഡാണല്ലേ. ഇതാണ് റൈറ്റ് സൈഡ്. അതായത് മിററിന് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ഡിസ്റ്റൻസ്. അതായത് പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ അല്ല എന്ത് വന്നാലും അത് നെഗറ്റീവ് സൈനിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാം, ഇത് എക്സ് ആണ്, ആക്സിസ് വരയ്ക്കുമ്പോൾ ഇത് എക്സ് ഡാഷ് അറിയുന്ന കാര്യമല്ലേ. അപ്പം ഇത് ലെഫ്റ്റ് സൈഡ്, അതായത് പോളിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പോളിൽ നിന്നും റൈറ്റ് സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ. അതായത് റൈറ്റ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ പോസിറ്റീവും ലെഫ്റ്റ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നെഗറ്റീവും ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റ് ഒക്കെ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യത്തില്ലേ, എപ്പോഴും ഒബ്ജക്റ്റ് എങ്ങനെയാണ്? നേരെയാണ് പ്ലേസ് ചെയ്യുന്നത് അല്ലേ, മോളോട്ടാണ്. അപ്പം അപ്വേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്താണ്? അപ്വേർഡ് മൂവ്മെൻറ്റ് എപ്പോഴും പോസിറ്റീവും. ഇവിടെ ഇമേജ് റിയൽ അതിൻ്റെ ഒക്കെ എങ്ങനെ നമുക്ക് കിട്ടുന്നത്? താഴോട്ടല്ലേ കിട്ടുന്നത്, ഇൻവേർട്ടഡ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? റൈറ്റ് സൈഡ് പോസിറ്റീവ് ആയിരിക്കും, മിററിൻ്റെ റൈറ്റ് സൈഡ് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ആയിരിക്കും. ഇനി മോളോട്ട് ഒരു സാധനം ഇരിക്കുകയാണെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് മോളോട്ട് ഇരിക്കുന്നു, ആ സമയത്ത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും മുകളിൽ. ഇതിന് താഴെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പിന്നെ എപ്പോഴും പോളിൽ നിന്നായിരിക്കും നമ്മൾ ഡിസ്റ്റൻസിനെ കണക്കാക്കുന്നത്. പോളിനെ നമ്മളൊരു ഒറിജിൻ ആയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമുക്ക് മാത്സിലൊക്കെ അതായത് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് സൈന് നമുക്ക് മാർക്ക് ഉള്ളതാണ്. ഇപ്പം സൈൻ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാർക്ക് നല്ല രീതിയിൽ പോകും. ഇപ്പോൾ 2 മാർക്കാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് തന്നെ സൈന് നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് സൈൻ കൺവെൻഷൻ നല്ലതായിട്ട് നിങ്ങൾ നോക്കി വെച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ ആണ് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എം ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റിൻ്റെ നമുക്കൊരു ഒബ്ജക്റ്റ് വെച്ചു, ഇമേജ് കിട്ടി അല്ലേ. അപ്പം ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സൈസ് നമ്മൾ എടുത്ത് പറയത്തില്ലേ, ഡിമിനിഷ്ഡ് ആണോ ഹൈലി ഡിമിനിഷ്ഡ് ആണോ നമ്മൾ എടുത്ത് പറയത്തില്ലേ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുക. അതായത് ഇമേജ് മാഗ്നിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ തീരുമാനിക്കുന്നത്. അതിനൊരു റേഷ്യോ ഉണ്ട്. ശരിക്കും മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. എന്താണ് ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എം ഇസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ്, അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും തമ്മിലുള്ള റേഷ്യോയെ വിളിക്കുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചില സമയത്ത് ഇമേജ് എത്രയേ കാണത്തുള്ളൂ? 2 സെൻറ്റിമീറ്ററേ കാണത്തുള്ളൂ. ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇമേജ് എത്രയേ കാണത്തുള്ളൂ? ചിലപ്പം 0.00 കാണത്തുള്ളൂ. ചിലപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 5 ഉള്ളെങ്കിലും എൻലാർജ്ഡ് ഇമേജ് കിട്ടുന്ന കേസുകളില്ലേ വെർച്വലിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോയെ നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഹൈറ്റ് കണ്ടുപിടിക്കുക, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എടുക്കുക.
അപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഹൈറ്റ് ഓഫ് ദി ഇമേജിനെ നമ്മൾ എച്ച് ഡാഷ് എന്ന് വിളിച്ചു, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചു. ദെയർഫോർ എം ഇസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് നമുക്ക് പറയാം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ ആണെന്ന് ഓർക്കുക. ഇമേജിൻ്റെ ഹൈറ്റിനെ എച്ച് ഡാഷ് എന്ന് വിളിച്ചു, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ എച്ച് എന്ന് വിളിച്ചു. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം, എച്ച് ഐ എന്ന് വിളിച്ചു ഇമേജിൻ്റെ ഹൈറ്റിനെ, എച്ച് ഒ എന്ന് വിളിച്ചു എന്തിനെ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി വേറൊരു റിലേഷൻ ഉണ്ട്, അതായത് എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ എച്ചിനെ നമുക്ക് മൈനസ് വി ബൈ യു എന്ന് വേണമെങ്കിലും എഴുതാം. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച് സിക്കൽ ടു മൈനസ് വി ബൈ യു. എന്താണ് വി എന്ന് ഓർമ്മയുണ്ടല്ലോ, എന്താണ് യു? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇമേജ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഇനി ഇത് CBSE കാർക്ക് ഈ ടെക്സ്റ്റിനകത്ത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ വന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. എങ്ങനെയാണ് ഇത് വന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നോക്കോളാം, ഇത് ഒരു കോൺകേവ് മിററാണ്. ഇത് ബിയോണ്ട് സിയിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ഇമേജ് കിട്ടുന്ന ആ ഒരു പിക്ചറാണ് ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത്, അല്ലെ, ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഇമേജ് കിട്ടിയിരിക്കുന്നത് എവിടെയാണ്, സിക്കും എഫിനും ഇടയ്ക്കാണ്. നോക്കിക്കേ, OB എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഇമേജിനെ ഞാൻ IM എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കിക്കോ, OBP എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. എന്താണ്, ട്രയാങ്കിൾ OBP എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, OBP. ഇതിൻ്റെ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് IMP. ഇത് IMP എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിൾ, IMP എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിൾ. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിളാണ്. എന്തൊക്കെയാ, OBP എന്ന് പറയുന്നതും IMP എന്ന് പറയുന്നതും സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡിനെ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിയുന്ന സമയത്ത് OB എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് IM-ഉമായിട്ട് ഈക്വൽ അല്ലേ. അപ്പം നമുക്ക് ആ റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും, IM ഡിവൈഡഡ് ബൈ OB ഈസ് ഈക്വൽ ടു, നോക്കിക്കേ, IP ഡിവൈഡഡ് ബൈ OP എന്ന് എഴുതാം, അല്ലേ. ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ IP എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ OPയുടെ സൈഡിനോട് സിമിലർ ആണ്. അതുകൊണ്ട് നമുക്ക് IP ഡിവൈഡഡ് ബൈ OP എന്ന് എഴുതാനായിട്ട് പറ്റും. മനസ്സിലാവാത്തവർ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നേരിട്ട് ചോദിക്കാം, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ IM ഡിവൈഡഡ് ബൈ OB ഈസ് ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ OP എന്ന് കിട്ടി നമുക്ക്. ഇനി നോക്കി, IM എന്ന് പറയുന്നത് എന്താണ്, ഇമേജിൻ്റെ ഹൈറ്റ് ആണ്, അല്ലേ. ഇമേജിൻ്റെ ഹൈറ്റിനെ നമ്മൾ HI എന്ന് വിളിച്ചു. OB എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ്, അതിനെ നമ്മൾ എന്ത് വിളിച്ചു, HO എന്ന് വിളിച്ചു. കിട്ടിയല്ലോ. ഈസ് ഈക്വൽ ടു IP എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്, അല്ലേ. എന്താണ് ഇമേജ് ഡിസ്റ്റൻസ്, ഇവിടെ തൊട്ട് ഇവിടെ വരെ അല്ലേ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, V എന്ന് വിളിച്ചു. ഇനി OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റ് തൊട്ട് പോൾ വരെ അല്ലെങ്കിൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് വരെയുള്ള ദൂരത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് U എന്ന് വിളിക്കും, അല്ലേ. ആണല്ലോ. ഇത്രയും പിടികിട്ടിയല്ലോ. പിടികിട്ടി കാണുന്ന വിശ്വസിച്ചിട്ട് തുടരുകയാണ്. ഇനി നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ പറഞ്ഞല്ലോ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഇത് ഓരോന്നിനും നമ്മൾ സൈൻ കൊടുക്കാൻ പോവാം. നോക്കിക്കേ, HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്, ഇതാണല്ലോ HI. ഇതാണല്ലോ HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡൗൺവേർഡ് എന്ന് പറയുന്നത്, അതായത് പാരലൽ ആക്സിസിന് താഴോട്ട് എന്താണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ അനുസരിച്ചിട്ട് നെഗറ്റീവ് ആണ്, അല്ലേ. അപ്പം നമുക്ക് ഇതിന് എന്ത് പറയാം, നെഗറ്റീവ് HI എന്ന് വിളിക്കാം. ഇനി HO, ഇതാണല്ലോ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിൽ അപ്വേർഡ് ഇരിക്കുന്നതെല്ലാം എന്താണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് HOയെ അതുപോലെ തന്നെ അങ്ങ് എഴുതി. ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്, അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ എന്താ, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് മിററിൻ്റെ ലെഫ്റ്റ് സൈഡെല്ലാം നെഗറ്റീവ് അല്ലേ, ഇത് ലെഫ്റ്റ് സൈഡിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം -V എന്ന് എഴുതി. U എന്താ, ഇമേജ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, അതും എവിടെ ഇരിക്കുന്നത്, ഇതാണല്ലോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇവിടെ തൊട്ട് ഇവിടെ, അതും ഏത് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് നമുക്ക് അതിനും നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുത്തു. അപ്പം നമുക്ക് എങ്ങനെ കിട്ടിയ, -HI ഡിവൈഡഡ് ബൈ HO ഈസ് ഈക്വൽ ടു -V ബൈ -U എന്ന് കിട്ടി. ആണല്ലോ. നമുക്കറിയാം ഇത് ക്യാൻസൽ ആയി അങ്ങ് പോവും. പിന്നെ നമുക്ക് എന്താ എഴുതാം, HI ഡിവൈഡഡ് ബൈ HO ഈസ് ഈക്വൽ ടു V ബൈ U എന്ന് എഴുതാം. അപ്പം മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, HI ഡിവൈഡഡ് ബൈ HO ആണ്. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം M ഈസ് ഈക്വൽ ടു HI ബൈ HO ആണ്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റിലേഷൻ എന്താണ്, -HI ബൈ HO ഈസ് ഈക്വൽ ടു V ബൈ U. ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതരുതോ, HI ബൈ HO ഈസ് ഈക്വൽ ടു -V ബൈ U എന്ന്. ഈ മനസ്സിന് ഇപ്പുറത്തോട്ട് വേണമെങ്കിലും കൊടുത്തുകൂടെ. അപ്പം ഇതാണ് നമ്മളുടെ
ഇക്വേഷൻ. HI ഡിവൈഡഡ് ബൈ HO ഈസ് ഈക്വൽ ടു മൈനസ് V/U. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ മറന്നു പോകത്തില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കോൺകേവ് മിറർ ആണെന്ന് വെച്ചോ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറയാൻ കാരണം എന്താ? എപ്പോഴും ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യത്തുള്ളൂ? പ്രിൻസിപ്പൽ ആക്സിസിന് തൊട്ട് മുകളിലായിട്ടേ പ്ലേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടേ വരത്തുള്ളൂ. ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് എപ്പോഴും പോസിറ്റീവ് ആവും. ഏത് കേസിൽ? വെർച്വൽ ഇമേജിൻ്റെ കേസിൽ. എവിടെയാണ് വെർച്വൽ ഇമേജ് എപ്പോഴും ഫോം ചെയ്യുന്നത്? അതായത് ബിഹൈൻഡ് ദി മിററിൽ ഇറക്റ്റ് ആയിട്ടായിരിക്കുമല്ലോ എപ്പോഴും വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുകളിലോട്ട് എപ്പോഴും എന്തായിരിക്കും? അപ്വേർഡ് മൂവ്മെൻറ്റിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എപ്പോഴും വെർച്വൽ ഇമേജിൽ പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഏത് കേസിലായാലും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആവുന്ന കേസ് ഏതാണ്? റിയൽ ഇമേജ് എപ്പോഴും എവിടെയാണ് കിട്ടുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയായിട്ടായിരിക്കും റിയൽ ഇമേജ് കിട്ടുന്നത്. ഇൻവേർട്ടഡ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ താഴോട്ട് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് സൈൻ ആണ്. അപ്പം റിയൽ ഇമേജിൻ്റെ കേസിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ്റെ കേസും കൂടെ ഓർത്തിരിക്കുക. വെർച്വൽ ആകുമ്പം, അതായത് മാഗ്നിഫിക്കേഷൻ വെർച്വലിൻ്റെ കേസിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ റിയൽ ഇമേജിൻ്റെ കേസിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ പറഞ്ഞ ഇത്രയും, അതായത് പാർട്ട് 5 പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട്, അതായത് റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ